നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയിച്ച് വിവാഹം കഴിച്ചവളാണ്. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ്. പക്ഷേ സംശയരോഗം തലയ്ക്ക് പിടിച്ചപ്പോൾ മുഹമ്മദ് എന്ന 24-കാരൻ കൊടും ക്രൂരനായി മാറാൻ പല കാരണം വേണ്ടി വന്നില്ല. ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നാനി ബീച്ചിൽ വെച്ച ഭാര്യ ഫാത്തിമ എന്ന 23 വയസ്സുകാരിയെ ഷോള് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മണ്ണിൽ കുഴിച്ചുമൂടിയ മുഹമ്മദ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. പൊന്നാനി കോടതി റിമാൻഡ് ചെയ്ത മുഹമ്മദിനെ തെളിവെടുപ്പിനായി ബീച്ചിലെത്തിച്ചപ്പോൾ രോക്ഷാകുലരായ നാട്ടുകാർക്ക് മുന്നിൽ പോലീസിനെ പ്രതിയെ പെട്ടെന്ന് മാറ്റേണ്ടി വന്നു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നാടി നടുക്കിയ ഈ അരുംകൊല നടന്നത്. സംശയത്തിന്റെ പേരിൽ പിണങ്ങി താമസിച്ചിരുന്ന ഫാത്തിമയെ ചൊവ്വാഴ്ച രാത്രി മുഹമ്മദ് ബൈക്കിൽ കറങ്ങാനായി വിളിച്ചിറക്കുകയായിരുന്നു. കടൽ തീരത്ത് വെച്ച് ഫാത്തിമയുടെ ഫോണ് വിളിയെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ഷാൾ ഉപയോഗിച്ച് കഴുത്തു നെരിച്ച് കൊന്ന ശേഷം 3/4 മണിക്കൂറോളം 4 മാസം പ്രായമായ കുഞ്ഞിനെയും കയ്യിലെടുത്ത് മുഹമ്മദ് മൃതദേഹത്തിനടുത്ത് ഇരുന്നു. കുഞ്ഞ് കരയാൻ തുടങ്ങിയതോടുകൂടി അവിടെ നിന്ന് പോകാനൊരുങ്ങിയ മുഹമ്മദ് കണ്ടത് മൃതദേഹത്തിനടുത്തേക്ക് വരുന്ന കുറുക്കന്മാരെയാണ്. ഇതോടെ കുഞ്ഞിനെ മണ്ണിൽ കിടത്തി കൈകൊണ്ട് മണല് നീക്കി ചെറിയൊരു കുഴിയുണ്ടാക്കി ഫാത്തിമയെ അതിലിട്ട് മൂടുകയായിരുന്നു. ഇതിനുശേഷം വീട്ടിലെത്തിയ മുഹമ്മദ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് ഉമ്മയോട് കള്ളം പറഞ്ഞ് കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചു. കുഞ്ഞിനെ വീട്ടിലാക്കിയ മുഹമ്മദ് നേരെ പോയത് പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിന് അടുത്തേക്കാണ്. മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് മുഹമ്മദിനെ വളഞ്ഞു. ഇതിനിടെ ഫോണിൽ സംസാരിച്ച ഡിവൈഎസ്പി സിദ്ദിഖിനോട് താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് മുഹമ്മദ് പറഞ്ഞു. എന്നാൽ കുഞ്ഞിന്റെ കാര്യം ഓർക്കണമെന്ന് പറഞ്ഞ് ഡിവൈഎസ്പി മുഹമ്മദിനെ ഫോണിൽ സംസാരിച്ച് അന്വയിപ്പിച്ച് നിർത്തുകയും ഈ സമയം പോലീസ് സംഘം ഇയാളെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. 2 ആഴ്ച മുമ്പും ഫാത്തിമയെ മർദ്ദിച്ചതിന് മുഹമ്മദിനെ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഹമ്മദിനെ പോലീസ് വിളിച്ച് ശകാരിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ഫാത്തിമ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും വീണ്ടും മുഹമ്മദിന്റെ ചതിക്കുഴിയിൽ വീഴുകയായിരുന്നു. പ്രണയത്തിൽ കുടുങ്ങിയ ദാമ്പത്യം സംശയരോഗത്താൽ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുമ്പോൾ പൊന്നാനി നടുക്കത്തിലാണ്. ആ കുഞ്ഞ് അനാഥയും.